കാസർഗോഡ് കീഴൂർ ഹാർബറിൽ കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ 5ാം ദിനവും തുടരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ചെമ്മനാട് കല്ലുവളപ്പിലെ മുഹമ്മദ് റിയാസിനെ കാണാതായത്. തിരച്ചിൽ കാര്യക്ഷമമല്ലെന്നും മുങ്ങൽ വിദഗ്ധരെ എത്തിക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന റിയാസ് 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ശനിയാഴ്ച പുലർച്ചെ മീൻ പിടിക്കാനായി വീട്ടിൽ നിന്നിറങ്ങിയ റിയാസ് 9 മണി കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. ഇതോടെ ബന്ധുക്കളും പരിസരവാസികളും തിരച്ചിൽ തുടങ്ങി. കീഴൂർ ഹാർബറിൽ നിന്ന് വാഹനവും ബാഗും ലഭിച്ചെങ്കിലും റിയാസിനെ കണ്ടെത്താനായില്ല. കഴിഞ്ഞ 4 ദിവസമായി പരിശോധന തുടരുകയാണ്. ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ കേണ് നടക്കുകയാണ് എല്ലായിടത്തും. അതുകൊണ്ട് എല്ലാവരും ഇനിയെങ്കിലും ഞങ്ങളോട് ഏതെല്ലാം സംവിധാനങ്ങൾ നമ്മളെ നാട്ടിലുണ്ടോ അതെല്ലാം ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പ്രദേശത്ത് പാഴ്വലകൾ കെട്ടിക്കിടക്കുന്നതിനാൽ ഇവിടെ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. മുങ്ങൽ വിദഗ്ധർ അത് കുറച്ച് കൂടുതൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും MLA ഭാഗത്തും എല്ലാ ഭാഗത്തുനിന്നും കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ 4 ദിവസമായില്ലേ മിസ്സിംഗ് ആയിട്ട്. അപ്പോൾ വിലയിലും കുടുങ്ങിയാൽ അത് പുറത്ത് വരാനുള്ള ചാൻസിൽ അതെങ്കിലും ബ്ലോക്ക് ആയിട്ട് നിൽക്കും. കൃത്യമായ പരിശോധനയല്ല നടക്കുന്നതെന്നും മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടെ എത്തിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് വേലന്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ വരൂല. ആ സംവിധാനത്തിൽ മുങ്ങൽ വിദഗ്ധർ അല്ലെങ്കിൽ ക്യാമറ കാര്യങ്ങൾ വെള്ളത്തിന്റെ അടിയിൽ പോകുന്നുള്ള ആ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ തെരച്ചിൽ നടത്താൻ വേണ്ടി പറ്റൂ. അതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം മെൽപ്പനെ വേറെ രീതിയിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. സർക്കാർ സംവിധാനത്തെ സഹായിച്ചില്ല എന്നല്ല, പക്ഷേ അതിനുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ ഇപ്പോൾ മെൽപ്പ വന്നു കഴിഞ്ഞെങ്കിൽ ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടുകാർ നിൽക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു. ഇന്നു മുതൽ പരിശോധന ശക്തമാക്കാനാണ് ഫയർഫോഴ്സിന്റെ തീരുമാനം. 24 കാസർഗോഡ്.